വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ വിഷുഫലാണ്. ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് റീഡിംഗ് കാണാം. ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ വിഷുഫലം നോക്കാം. Thunderbolt, burden, totality, beyond illusion, master, trust, past lives, dream, turning in, conditional, control, politics, compromise, outsider, change. ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത് ഗിൽട്ടാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാരം കുറയുന്നു എന്നുള്ളതാണ്. അതായത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്ന ബേർഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അത് ചില മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്തായാലും അതിൽ നിന്ന് ഒരു റിലീസ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് കാലം മനസ്സ് കൊണ്ട് നടന്ന നെഗറ്റീവായിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവാം. അത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ മുന്നിലുണ്ടാവുക, നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റ്, അതായത് നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ട് അത് ഇപ്പോഴും നിങ്ങൾക്കുള്ളിൽ റിലീസ് ആവാതെ, ഡൈജസ്റ്റ് ആവാതെ, അതിൽ തന്നെ നിങ്ങളുടെ മൈൻഡ് ഫോക്കസ് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ റിലീസ് ആവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഉള്ളിലുള്ള ഡ്രീംസ്, നിങ്ങൾക്ക് പല സ്വപ്നങ്ങളുണ്ടാവാം, പല ഗോൾസ് ഉണ്ടാവാം. ഇതിനൊക്കെ തടസ്സമായിട്ട് ഈ നെഗറ്റിവിറ്റി ആയിരിക്കാം നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ അത് റിലീസ് ആവുന്നത് വഴി നിങ്ങളുടെ ആ സ്വപ്നത്തിലേക്കുള്ള ഒരു പടി കയറുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന കണ്ടീഷനിങ്, നിങ്ങളുടെ പാരൻസ് വഴി നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടാവാം, സൊസൈറ്റി വഴി ഉണ്ടായിട്ടുണ്ടാവാം. ഇന്നതേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കണ്ടീഷനിങ് ആണ് നിങ്ങൾക്കുള്ളിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ഉണ്ടാവും. നിങ്ങളതൊക്കെ, നിങ്ങളുടെ ഒരു ഡ്രീംസൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊരു മാസ്ക് ഇട്ടിട്ടായിരിക്കാം, അതായത് പുറമേ മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഉള്ളിൽ പല കാര്യങ്ങളും അടിച്ചമർത്തിയിട്ട്, സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചമർത്തിയിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക, അതല്ലെങ്കിൽ വൈഫിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് പാരൻസിൻ്റെ ഇഷ്ടത്തിന്, അതുപോലെ മക്കളുടെ ഇഷ്ടത്തിന്, അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രവണതയായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിലേക്ക് വരുന്നുണ്ട്. അതായത് സ്വന്തം ഇഷ്ടത്തിലേക്ക് വരുന്നതെന്ന് മീൻസ് നിങ്ങൾക്ക് ഉള്ളിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടാവും. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങളായിരിക്കാം. അത് നിങ്ങൾ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതിലോട്ടേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഈ വിഷുഫലം വന്നിരിക്കുന്നത്. അതുപോലെ
ഈ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത്ര കാലവും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു താങ്ങും ഇല്ലാത്തിടത്ത് നിന്ന് ഒരു കൈ നിങ്ങളെ സഹായിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത്. വീണ് പോകുന്നു എന്ന് തോന്നുന്നിടത്ത് ഒരു കൈ വന്ന് നിങ്ങളെ പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി, അത്രയും ഒരു വീണ് പോകുന്നത് പോലെ കാണുന്നുണ്ട്. ആ സമയത്തായിരിക്കാം ഒരാൾ നിങ്ങൾക്ക് ഹെൽപ്പിന് വരുന്നത്. ആ ആളുമായിട്ട് കൂടിച്ചേർന്ന് കഴിയുമ്പം അവിടെ നിങ്ങൾക്ക് ടോട്ടാലിറ്റിയാണ് സംഭവിക്കുന്നത്. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് കോംപ്രമൈസാണ്. അതായത് നിങ്ങൾ കോംപ്രമൈസ് പഠിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ വ്യക്തി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ചില സമയത്ത് നിങ്ങൾക്ക് കോംപ്രമൈസിന് പറ്റുന്നുണ്ടാവില്ല. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറമേ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഉള്ളിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. അവിടെ കോംപ്രമൈസ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ വ്യക്തിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസായി പോകുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് മെമ്മറീസ്, നെഗറ്റീവ് മെമ്മറീസ്, ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് റിലീസായിട്ട് പോകുന്നുണ്ട്. ഈ കംപ്ലീറ്റ് നിങ്ങൾക്കുള്ളിലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഒരുപാട് തരം ഭാരങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ഭാരങ്ങൾ നിങ്ങളിൽ നിന്ന് റിലീസായിട്ട് പോകുന്നത് വഴി ഒരു വെയിറ്റ് കുറയാണ് ചെയ്യുന്നത്. അതായത് ഒരു തൂവൽ പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന, നമ്മുടെ ഉള്ളിൽ ഒരുപാട് വെയിറ്റ്, ഒരുപാട് ബേർഡൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഫ്ലോ ആണ്, നമ്മുടെ ലൈഫിൻ്റെ ഫ്ലോ ആണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ലൈഫ് മര്യാദയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പഴയ മെമ്മറീസിൽ അങ്ങ് ഹാങ് ആയി പോയിട്ട് ഈ ഒരു മൊമെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ആ ഒരു മൊമെൻറ്റിൽ ജീവിക്കുമ്പോഴാണ് ഒരു തൂവലിൻ്റെ ഭാരത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നത്, ഒരു തൂവൽ പോലെ നമുക്ക് പറക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്, നിങ്ങളുടെ ഭാരം കുറയുന്നു എന്നുള്ളതാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും റിലീസാവുന്നത് വഴിയാണ്. അതുപോലെ നിങ്ങളെ കണ്ടെത്താൻ തുടങ്ങുന്നു എന്നുള്ളതും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചമർത്തപ്പെട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ അപ്പ് ആക്കുന്നത് വഴി, അതൊക്കെ നിങ്ങൾ അനുഭവ തലത്തിലോട്ടേക്ക് കൊണ്ടുവരുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ നിങ്ങൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇത്ര കാലം നിങ്ങൾക്ക് ആ സെൽഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ആ സെൽഫിന് ഒരു കണക്ഷൻ വരുവാണ് ചെയ്യുന്നത്. അതുവഴി ഇത്രയും കാലം നിങ്ങൾക്ക് പുറത്താണ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എത്രയോ അകലം ദൂരെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ഗോൾസും എത്രയോ അകലത്തിലാണ് ഇത്ര കാലം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ അത് ഏറ്റവും അടുത്തായിട്ടാണ് കാണാൻ പോകുന്നത്. അത് നിങ്ങളിൽ തന്നെ നിങ്ങൾ കാണാൻ പോകുന്നു, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത്ര കാലം നിങ്ങളൊരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഗോൾസിനെയും ഇഷ്ടങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. ആ ഔട്ട്സൈഡർ എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങൾ അതായിട്ട് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അതിൽ ഇപ്പോഴും നിങ്ങൾ കുറ്റബോധം അനുഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പണ്ടെപ്പോൾ നടന്ന എങ്ങനെയോ വളരെ ചെറിയ കാര്യമാണെങ്കിൽ പോലും ചില കുറ്റബോധങ്ങൾ നിങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതും റിലീസായിട്ട് പോകുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു റിലീസാണ് കാണിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് റിലീസായി പോകുന്നത് വഴിയാണ് നിങ്ങളിൽ ചേഞ്ച് സംഭവിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഗിൽട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഞാനൊരു കാർഡ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, ചേഞ്ച് എന്നുള്ള കാർഡ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് നിങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്കുള്ളിലെ പല കാര്യങ്ങളും ഡൈജസ്റ്റായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോട്ടാലിറ്റി അവിടെ സംഭവിക്കുമ്പോൾ മേ ബി അത് നിങ്ങളുടെ ഒരു ഡിവൈൻ ഫെമിനൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ മാസ്കുലൈൻ ആയിരിക്കാം നിങ്ങളിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളെ ഇത്രയും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ അവിടെ നിങ്ങളുടെ ആത്മപാതി അവിടെ വരണം. അങ്ങനെ ഒരു ഇതിവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ആ വ്യക്തി വന്നു കഴിഞ്ഞാലായിരിക്കാം നിങ്ങളിൽ ഇത്രയും ചേഞ്ചസ് വരുന്നത്.
കാരണം ഈ മാറ്റങ്ങളൊക്കെ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങളവിടെ കോംപ്രമൈസ് എന്നുള്ള ഒരു കാര്യം പഠിക്കുന്നതിലൂടെയാണ്. അത് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നിടത്തു നിന്നാണ് ഈ ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നത്. അതാണ് ഇവിടെ ടോട്ടാലിറ്റിയും മാസ്റ്ററും കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ഈ ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തു നിന്നാണ്. എങ്ങനെയെങ്കിലും ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടാവാം. അത് ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് നല്ല രീതിക്ക് തന്നെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ആരെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലല്ല നിങ്ങളുടെ ഒരു പോക്ക്. മീൻസ് പലരെയും ഒരു വിശ്വാസം ഇല്ലാത്ത തരത്തിലായിരിക്കാം കാണുന്നത്. മീൻസ് ഒരു അത്ര പെട്ടെന്ന് ആരെയും നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള വിശ്വാസമില്ലായ്മ, നിങ്ങൾക്കുള്ളിൽ ആ സംഭവിച്ചിരിക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂസ്, ഇതൊക്കെ റിലീസായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കൺട്രോൾ ചെയ്ത് വെച്ച പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങളുടെ വിഷയഫലം നോക്കാം. ഹാർമണി, ടോട്ടാലിറ്റി, Thunderbolt, Fast Leaves, Courage, Going with the Flow, Possibilities, Stress, Ordinaries, Understanding, Intensity, Control, New Vision, Moment to Moment, Transformation, Suppression. ഏകദേശം ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ പോലെ തന്നെയുള്ള റീഡിങ്, സെയിം എനർജിയാണ് വന്നിട്ടുള്ളത്. ഔട്ട്സൈഡർ, ബോട്ടം ഓഫ് ദ ഡെക്ക് ഔട്ട്സൈഡർ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ ഒരു റീഡിങ്ങിൽ എനർജി സെയിം, ഫസ്റ്റ് പൈലിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പൈലും കണ്ടു നോക്കാം. ഏകദേശം സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ ഒരു എനർജിയിൽ വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഹാർമണിയാണ്. അതായത് നമുക്ക് നമ്മുടെ എനർജിക്ക് ഒരു താളമുണ്ട്, യൂണിവേഴ്സിൻ്റെ എനർജിക്ക് ഒരു താളമുണ്ട്, അതുപോലെ ഓരോരോ വ്യക്തികളുടെ എനർജിക്കും ഒരു താളമുണ്ട്. ഈ താളവുമായിട്ട് നമ്മുടെ എനർജീൻ്റെ അലൈൻമെൻറ്റ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ സ്ട്രഗിളിങ് അനുഭവിക്കുന്നത്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മുടെ എനർജീൻ്റെ താളവുമായിട്ട് ആ ഒരു റിതം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ നഷ്ടപ്പെട്ടു പോയ റിതം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, നിങ്ങൾ അതുമായിട്ട് അലൈൻമെൻറ്റ് ആവുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ
കുറേ പേരുമായിട്ടുള്ള ഒരു ടോട്ടാലിറ്റി നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴാണ്, അതായത് നിങ്ങളുടെ അതേ എനർജി വൈബ്രേഷനിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആകുമ്പോൾ ആ ഒരു താളം നിങ്ങളിലേക്ക്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ആ ഒരു റിതം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അതുമായിട്ട് നിങ്ങൾ റീകണക്റ്റ് ആകുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ ടോട്ടാലിറ്റി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൻ്റെ പല ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പല ഏരിയാസ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് കരിയർ ഉണ്ട്, നമ്മുടെ കരിയർ ലൈഫ് ഉണ്ട്, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, അതുപോലെ നമ്മുടെ വീട്ടിലെ ഫാമിലി ലൈഫ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ നമ്മുടേതായിട്ടുള്ള ഒരൊറ്റ ലൈഫാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ പ്രത്യേകം തരം തിരിച്ച് വെച്ചിട്ടാണുള്ളത് ജീവിതത്തെ. അപ്പം അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ അങ്ങനെ തരം തിരിച്ച് വച്ചതൊക്കെ ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ ഫെയിലായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം, അതല്ലെങ്കിൽ കരിയറിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടാവാം. ഇതൊക്കെ താളപ്പിഴകളാണ്. അതായത് ഇതൊന്നും എല്ലാം കൂടി ഒത്തിണങ്ങി ഒരു സ്റ്റെബിലിറ്റിയിൽ വരുമ്പോഴാണ് അവിടെ ഹാർമണി വർക്കാവുന്നത്. നമ്മുടെ എനർജീൻ്റെ താളം അവിടെ വരുമ്പോൾ, കറക്റ്റായിട്ട് വരുമ്പോൾ, ഒരു അലൈൻമെൻറ്റിൽ വരുമ്പോഴാണ് ഈ ഏരിയാസ് കംപ്ലീറ്റ് കവർ ആവുന്നത്, ഒരുപോലെ എല്ലാറ്റിലും സ്റ്റെബിലിറ്റി വരുന്നത്. അതല്ല നമ്മുടെ എനർജിയിൽ ഒരു താളപ്പിഴ, നമ്മുടെ എനർജിയിലുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോകുമ്പോൾ, ആ റിതം നമുക്ക് വിട്ടുപോകുമ്പോഴാണ് ഈ ഏരിയാസിൽ കംപ്ലീറ്റും പ്രശ്നങ്ങൾ വരുന്നത്. ചില ഏരിയ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, ചില ഏരിയയിൽ ഒന്നും ഉണ്ടാവില്ല. ഈ വേരിയേഷൻ ഉണ്ടല്ലോ, ആ വേരിയേഷൻ അവിടെ കൂടിയും കുറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒറ്റ ലെവലിൽ പോവേണ്ടതാണ്, പക്ഷെ കൂടിയും കുറഞ്ഞു നിൽക്കും. ഈ എനർജി നമ്മുടെ എനർജിയിലെ താളം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആ വേരിയേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് ലൈഫിൻ്റെ എല്ലാ ഏരിയയും ഒരു അലൈൻമെൻറ്റിൽ വരുന്നുണ്ട്. ആ കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ആ വേരിയേഷൻ ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ബ്രേക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങൾ ഉള്ളിൽ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഗോൾസ് ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള കാരണം നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങളാണ്. ചില വ്യക്തികൾ ഇതിനെതിരായിരിക്കാം, നിങ്ങളുടെ ഏറ്റവും പാർട്ട്ണർ നിങ്ങൾക്കെതിരായിരിക്കാം, അതല്ലെങ്കിൽ മക്കൾ, അതല്ലെങ്കിൽ പാരൻസ്, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടായിരിക്കാം ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എനർജി അലൈൻമെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമോഷൻ ആണെങ്കിൽ നിങ്ങൾ ഇമോഷൻ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവാം, അത് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതൊക്കെ അനുഭവ തലത്തിൽ വരും. അത് നിങ്ങൾ ആ സമയത്ത് മുന്നേ ഒക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആ സപ്രഷൻ എനർജി മാറിയിട്ട് അവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. അത് ഈ സപ്രസ് ചെയ്ത് വെക്കുന്ന എനർജിയാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എനർജിയാണ്. ഈ എനർജിയൊക്കെ നിങ്ങൾക്ക് ബോഡി ബ്ലോക്കേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ വളരാൻ പറ്റുന്നില്ല. ഇവിടെ വളരാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിരിക്കുന്ന ആ ലോകം അല്ലാതെ പുറമേ ഒരു ന്യൂ വിഷൻ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പുതിയ ഉൾക്കാഴ്ച നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതായത് പഴയ കംപ്ലീറ്റ് കാര്യങ്ങളും ബ്രേക്കേജ് സംഭവിച്ച് ഉൾക്കാഴ്ച പുതുതായിട്ട് രൂപം കൊള്ളുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു തരി പോസിബിലിറ്റിയും ഇല്ലയെന്ന് തോന്നുന്നിടത്ത് അവിടെ പോസിബിലിറ്റി വരുവാണ് ചെയ്യുന്നത്. ഇമ്പോസിബിൾ ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ഗോൾസ്. നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന കാര്യമായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ പുതിയൊരു വെളിച്ചം കാണുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പോസിബിലിറ്റി നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കറേജ് എന്ന് പറയുന്ന കാർഡ്, അതായത് ഈ കറേജ് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാറയാണ്. ആ പാറേൻ്റെ ഉള്ളിൽ നിന്നാണ് ഒരു ചെടി അവിടെ തളർത്ത് വന്ന് അവിടെ പൂവിടരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഉള്ളിലെ ഉറച്ചു നിൽക്കുന്ന പല വിശ്വാസങ്ങളെയാണ് ഇവിടെ പാറ കാണിക്കുന്നത്. ആ വിശ്വാസങ്ങൾ അവിടെ ഉറച്ചു പോയി.
അതായത് നിങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണ് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇതൊക്കെ നിങ്ങളിൽ നിന്നും എത്രയോ ദൂരെയാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അവിടെ ബ്രേക്ക് ആവുന്നതിനെയാണ് അവിടെ ആ പാറയുടെ അടിയിൽ നിന്ന് ആ ഒരു ചെടി വളർന്ന് വന്നിട്ട് അവിടെ പൂവിടുന്നത് കാണാൻ പറ്റുന്നത്. അതായത് അത്രയും ഉറച്ച കാര്യമാണെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആരും ആരുടെയും ഇഷ്ടങ്ങൾ മാറ്റിവെക്കാതിരിക്കാൻ ശ്രമിക്കുക. ഗോൾസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നിടത്ത് മാത്രമാണ് നിങ്ങൾക്കത് സക്സസ് ആവുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു ജേണിയാണ്, മീൻസ് ഈ നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഈ ലക്ഷ്യങ്ങളൊക്കെ അതൊരു യാത്രയായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ടൈം എടുക്കും, എന്നാലും അവിടെ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്, ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും കൂടി വന്നിട്ടുണ്ട്. തിരിച്ചറിവ് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നുവരെയും പിടികിട്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാവാം. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൂടി കാണിക്കുന്നുണ്ട്. അതുപോലെ പുറത്തു നിന്ന് നോക്കിക്കണ്ട പല കാര്യങ്ങളും നിങ്ങളുടെ അകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മീൻസ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എത്രയോ ദൂരെയാണ്. അതൊരിക്കലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളെപ്പോഴും അതിന് പുറത്താണ്. എനിക്ക് നോക്കിക്കാണാനേ പറ്റൂ എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഈ നോക്കിക്കാണാനേ പറ്റൂ എന്നുള്ള ആ കാര്യം നിങ്ങളുടെ അകത്തോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉള്ളിലോട്ടേക്ക് കയറുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് മാറ്റി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയിൽ ഒരു ഹാർമണി സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു എനർജീൻ്റെ റിതം കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ ആ കൂടിയും കുറഞ്ഞും നിൽക്കുന്ന ഏരിയാസ് കംപ്ലീറ്റ് ആവും. ആ ടോട്ടാലിറ്റി നിങ്ങളിൽ സംഭവിക്കും എന്നുള്ളതാണ്. അത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഒരു ലൈഫ് ചേഞ്ചിങ് തന്നെയാണ്. അപ്പോൾ പല കാര്യങ്ങളും പോസിബിലിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.